വിജയ സേതുപതിയും നിത്യമേനനും ഒന്നിച്ചെത്തുന്ന തലൈവൻ തലൈവി എന്ന സിനിമ പലർക്ക് കാത്തിരുന്ന ഒരനുഭവമായിരുന്നു. പണ്ഡിരാജിന്റെ സംവിധാനത്തിൽ നിത്യമേനന്റെ വ്യക്തിമുദ്രയും വിജയ സേതുപതിയുടെ തനതായ ശൈലിയും ഒന്നിച്ച് ഇടിമിന്നൽ പ്രകടനമായിരിക്കുന്നു. കഥയുടെ തുടക്കം മുതൽ തന്നെയാണ് സിനിമയുടെ വലിപ്പം കാണാനാകുന്നത്. നിത്യയുടെ കഥാപാത്രം ഒരു സാധാരണ വീട്ടമ്മയായി എത്തുമ്പോൾ തന്നെ പിന്നീട് വിജയ സേതുപതിയുടെ എൻട്രി ഒരു പൊളിയാഘോഷമാണ്. കഥയിൽ അവരുടെയൊരു തർക്കാത്മകമായ ബന്ധം, പിന്നെ അതിൽ നിന്നും വളർന്നുവരുന്ന മനോഭാവങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, കോമഡി സീനുകൾ എല്ലാം ചേർന്നാണ് തലൈവൻ തലൈവി എന്ന സിനിമ മുന്നോട്ടു പോകുന്നത്. ഇത് ഒരു കോമഡി സിനിമ മാത്രമല്ല, ജീവിതം എത്രയോ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നും ചിലപ്പോഴെങ്കിലും സ്വന്തം വിശ്വാസങ്ങൾ സംശയിക്കേണ്ടി വരാമെന്നും ഈ സിനിമ ഓർമ്മിപ്പിക്കുന്നു. നിത്യമേനന്റെ പ്രകടനം വളരെ സ്വാഭാവികമാണ്. അതുപോലെ വിജയ സേതുപതിയും തന്റെ ചാരിതാർത്ഥ്യത്തിൽ ഒരു മാറ്റവും വരുത്താതെ സ്വന്തം ശൈലിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. സിനിമയുടെ ക്ലൈമാക്സ് കുറച്ച് കോമളമായിരിക്കുന്നു, പക്ഷേ ജീവിതം അതുപോലെ തന്നെയല്ലേ എന്ന് തോന്നിക്കുന്നതുമാണ്. വ്യക്തിപരമായ പ്രണയവും വിവാഹത്തിൽ നടക്കുന്ന അനൗപചാരികമായ ചില സംഭവങ്ങളും പൊതുവെ സിനിമയിൽ ഒട്ടും അനാവശ്യമായി തോന്നുന്നില്ല. സിനിമ തീർച്ചയായും ഒരു ഫാമിലി ഓഡിയൻസ് കണക്കിലെടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ധൈര്യമായി പറഞ്ഞാൽ ചില സംഭാഷണങ്ങൾ കുറച്ചു വലുതായി തോന്നിയേക്കാം, പക്ഷേ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നത് തന്നെ സിനിമയുടെ പ്രധാന വിജയമാണ്. ഒറ്റവാക്കിൽ പറയണമെങ്കിൽ തലൈവൻ തലൈവി ഒരു തറമസാല ബിരിയാണിക്ക് തുല്യമായ അനുഭവമാണ്. കാണുമ്പോൾ കറിയുടെ കിടിലൻ രുചിയും അതിനോട് കൂടിയുള്ള ചൂടുള്ള ആശയവും ഒരുപോലെയുണ്ട്. കണ്ടിരിക്കേണ്ട സിനിമ. എന്നാൽ ചില ഘടകങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തികഞ്ഞില്ലെങ്കിൽ അതിന് ആശങ്കപ്പെടേണ്ട. ഇനിയും ഇത്തരത്തിലുള്ള സിനിമ വിശകലനങ്ങൾക്കും സിനിമാ ഗോസിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.